വൻ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സായി കുമാറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സായി, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണോ? എന്താണ് സംഭവിക്കുന്നത്? വിവരങ്ങൾ. ശ്രുതി, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ തീരത്ത് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത്. വലിയ തീവ്രതയാണ് 7.4 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പ് ആ ഘട്ടത്തിൽ തന്നെ അധികൃതർ നൽകിയിരുന്നു. ഇപ്പോൾ BBC അടക്കം നൽകുന്ന ചില സൂചനകൾ ജപ്പാന്റെ കിഴക്കൻ തീരത്ത് സുനാമി തിരമാലകൾ ദൃശ്യമായി തുടങ്ങുന്നു എന്നാണ്. ഇവാട്ടെ പ്രിഫെക്ടറാണ് ആദ്യ സുനാമി തിരമാലകൾ എത്തുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. മിയാക്കോ തുറമുഖത്ത് 40 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ഒരു തിരമാല രേഖപ്പെടുത്തി എന്ന ഒരു വിവരങ്ങൾ കൂടിയുണ്ട്. പസഫിക് തീരങ്ങളായ ഹൊക്കൈഡോ, ഇവേറ്റ് പ്രിഫെക്ടറുകളിൽ 3 മീറ്റർ, അതായത് 10 അടി വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പ്രവചിക്കുന്നത്. അതോടൊപ്പം അമോറി തീരത്തും സുനാമി തിരമാലകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി അടക്കം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലുള്ള മുഴുവൻ ആളുകളോടും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ പ്രധാനമന്ത്രിയായ സനെ തക്കോയിച്ചി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇടങ്ങളിൽ സുനാമി വരാൻ സാധ്യതയുണ്ട് ആ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു കാലാവസ്ഥാ മാപ്പ് തന്നെ ഇപ്പോൾ ജപ്പാൻ പുറത്തിറക്കിയിട്ടുണ്ട്. മിയാഗി, ഫുക്കുഷിമ പ്രിഫെക്ടറുകൾ, അമോറി പ്രിഫെക്ടറുകൾ ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ 7.5 ഭൂകമ്പമാണ് NHK ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു വലിയ ഭൂകമ്പം ജപ്പാനിൽ ആഞ്ഞടിച്ചത്. നേരത്തെയും ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായതാണ്, വലിയ നാശനഷ്ടം ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കും. എന്തായാലും എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും തീരപ്രദേശങ്ങളിൽ നിന്ന് മുഴുവൻ ആളുകളോടും മാറി നിൽക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ നൽകുന്നു. രക്ഷാപ്രവർത്തകരോട് സജ്ജരായിരിക്കാനും ഇപ്പോൾ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്.